ശ്രീനി, ഈ ലോകം നന്മ നിറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസങ്ങൾ പളുങ്കുപാത്രങ്ങളാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ നന്മയെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം തകർന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് നാം കണ്ടത്. എല്ലാം ഇരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒരു ചെറിയ വെളിച്ചം കണ്ടത്. ഞാൻ ശ്രീനിയെ കണ്ടത്. ഈ വെളിച്ചം വളരുമോ? എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വളരും. കൽമണ്ഡപത്തിൽ പറഞ്ഞതനുസരിച്ച് വരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കൂ എന്ന് രാഗിണി. എന്തിനെഴുതിയതോ? എവിടെ എഴുതിയത്? ആരാണ് ഈ രാഗിണി? എന്നെ സ്നേഹിക്കുന്ന ഒരു സുന്ദരി എന്ന് മാത്രം ഞാൻ അറിഞ്ഞാൽ പോരെ. എനിക്ക് എന്റെ മുഖം തിരിച്ചു നൽകിയ ഒരു പെൺകുട്ടിയാണ് അവൾ. അവൾ എനിക്ക് സ്നേഹത്തിന്റെ പാനപാത്രം. നിർത്തണോ തന്റെ സാഹിത്യം? അവളുടെ നാടേത്, വീടേത്, ബന്ധുജനങ്ങൾ ആര്, ഇതൊന്നും അറിയാതെ. ഓ, എനിക്കും അങ്ങനെ വലിയ അഡ്രസ് ഒന്നും ഇല്ലല്ലോ. എന്റെ കരിഞ്ഞ മുഖം രാഗിണി ഇഷ്ടപ്പെടും. ഞാൻ അവളെ സ്നേഹിക്കും. ഓഹോ, ഇനി എന്താ ഭാവം? ഞാൻ കാത്തിരിക്കും. അവൾ വരാതിരിക്കുകയില്ല. ശ്രീനി ഫോറിൻ സർവീസിലുള്ള ഒരാളാണത്രേ വിജയലക്ഷ്മി വിവാഹം കഴിക്കാൻ പോകുന്നത്. ശ്രീനി, എന്നോട് ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദേഷ്യപ്പെടുക? ഞാനോ? ഒരു കാലമില്ല. ഞാൻ എന്തിനു ദേഷ്യപ്പെടുന്നു? അന്ന് ഞാൻ കൽമണ്ഡപത്തിൽ വരാത്തതിന്. അതുകൊണ്ട് ഞാൻ വേദനിച്ചു, വളരെയേറെ വേദനിച്ചു. ഞാനിനി എന്റെ രാഗി വിടില്ല. ഞാനിനി പോവുകയുമില്ല. സത്യം? ഞാനിവിടെ താമസിച്ചോട്ടെ? പിന്നെ ഇവിടെ താമസിക്കാം. എന്റെ അമ്മൂമ്മ മരിച്ചുപോയി. എനിക്കിനി ആരുമില്ല. ഞാനുണ്ട്. എന്റെ രാഗിക്ക് ഞാനുണ്ട്. എനിക്ക് എന്റെ രാഗിയും. ഞാൻ ഭാഗ്യവതിയാണ്. ഞാൻ രാഗി അടുത്ത വീട്ടുകാർക്ക് പരിചയപ്പെടുത്തട്ടെ? ഇന്ന് തന്നെ വേണോ? വേണം. ഞാനൊരു പഴഞ്ചനാണ്. ഒരു പെണ്ണുമായി രാത്രി ഇവിടെ കഴിഞ്ഞുകൂടിയെന്ന് വല്ലവരും അപവാദം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് അയൽക്കാരനോട് ഞാൻ പറയാൻ പോവുകയാണ്, ഇത് വല്ല പെണ്ണൊന്നും അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന്. തുണ്ടി സഹിതം ഹാജരാക്കാൻ പോവുകയാണ് അല്ലേ? എന്നാണ് വിവാഹം? നാളെ തന്നെ. വീട്ടുകാരെയൊക്കെ അറിയിക്കണ്ടേ? എനിക്ക് വളരെ അകന്ന ബന്ധുക്കളേ ഉള്ളൂ. എന്നെ പോലെ. ഇത് രാഗിണി.
ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. മിസ്റ്റർ ശ്രീനിവാസൻ ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. കേട്ടോ കല്യാണി, മിസ്റ്റർ ശ്രീനിവാസൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണിത്. ആരോടെ വന്നു? ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഏതാണ് ഈ പെൺകുട്ടി? എന്നെ പോലെ തന്നെ രാഗിണിക്കും അടുത്ത ബന്ധുക്കളായിരുന്നില്ല. എന്താ എന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? മിസ്റ്റർ ശ്രീനി ഭാഗ്യവാനാണ്. ഈ പട്ടി എന്തോന്ന് കിടന്ന് പോകുന്നത്? എന്തോ കണ്ട് പേടിച്ചിട്ടായിരിക്കും. ഓ, എന്ത് കണ്ട് ഭയക്കാനാണ്? മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് മൃഗങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഷീനിക്ക് പറ്റിയ കൂട്ടുകാരി തന്നെ. മനുഷ്യർക്ക് കാണാൻ പാടില്ലാത്തത് മൃഗങ്ങൾക്ക് കാണാം എന്ന് വെച്ചാൽ യക്ഷികളെയും പ്രേതങ്ങളെയും നിർത്തും. രണ്ടുപേരും കൂടെ ചേരും. എന്താ ഇത്ര നാണം? അതൊക്കെ പിന്നെ പറയാം. അല്ല അതുകൊട്ടെ, വിവാഹം എന്നാ? നാളെ തന്നെ നടത്തിയാൽ എന്തെന്ന് ആലോചിക്കുകയാണ്. സബ് രജിസ്ട്രി കച്ചേരിയിൽ വെച്ചാണ്. അപ്പൊ വിവാഹം സ്വർഗത്തിൽ മാത്രമല്ല സബ് കച്ചേരിയിലും നടക്കും. നിങ്ങൾ രണ്ടുപേരും രജിസ്ട്രി കച്ചേരിയിലേക്ക് വരണം. റെഡി? ഇതിന് സാക്ഷിക്കണമല്ലോ. റെഡി? അത് കഴിഞ്ഞതും ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് നാളെ തന്നെ പോകും. മധുവിധമില്ല. അവര് നല്ല ആളുകളാണ് അല്ലേ? വെരി ഗുഡ് പീപ്പിൾ. ഓ, എന്റെ പെട്ടി പാലച്ചൂട്ടിൽ വെച്ച് മറന്നുപോയി. I shall bring. ഓ, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റട്ടെ. കുറെ നേരത്തേക്ക് അകത്തേക്ക് വരരുത്. അപ്സരസേ, ഞാനും വന്നൂടെ? അപ്സരസേ സാരി മാറ്റി കൊടുക്കാൻ പോവുകയാണ്. എനിക്കും നിരോധനമുണ്ടോ? ഇപ്പോൾ മാത്രം. എപ്പോഴും എനിക്ക് അവകാശപ്പെട്ടതല്ലേ? അതെ. എന്റെ മൗലികാവകാശം ലംഘിക്കരുത്. ഇല്ല. ഞാൻ വരട്ടെ? വേണ്ട വേണ്ട. ഞാൻ വരും. വേണ്ട. ഞാൻ സ്വപ്നം കാണുകയാണ്. ഇല്ല, സത്യം കാണുകയാണ്. അനാഥയായൊരു പെണ്ണ് സനാഥയാകുന്നു. ശ്രീനി, ആസിഡ് വീണു പൊള്ളി ആ മുഖത്തെ ഞാനൊന്ന് ചുംബിക്കട്ടെ. എന്റെ ദാഹമാണ്, ദാഹം. ശ്രീനി, രാഗി, രാഗി പോയി കിടന്നോളൂ. നാളെ അതിരാവിലെ നമുക്ക് പോകണമല്ലോ. രാഗി പോയി കിടന്നോളൂ. പോയി കിടന്നോളൂ.